നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 ശംഖുപുഷ്പങ്ങളാകുന്നു. അതിൽ ആദ്യത്തെ ശംഖുപുഷ്പം മഞ്ഞ ശംഖുപുഷ്പവും രണ്ടാമത്തേത് നീല ശംഖുപുഷ്പവുമാകുന്നു. ഈ 2 ശംഖുപുഷ്പങ്ങളിൽ ഒരു ശംഖുപുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ പുഷ്പമായ മഞ്ഞ ശംഖുപുഷ്പമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങൾ ജീവിതത്തിൽ പലവിധ സന്തോഷകരമായ നിമിഷങ്ങൾക്കും സാധ്യതകൾ കൂടുതൽ തന്നെയാണ് എന്ന് പറയാം. എന്നാൽ സന്തോഷം ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ചില ദുഃഖങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ മനസ്സിൽ ഉള്ളവരോ ആണ് നിങ്ങൾ. അത് ഭാവിയിൽ തുടരും. എന്നിരുന്നാൽ പോലും പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട്. സന്തോഷം തരുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ചില കാര്യങ്ങളിൽ സൗഭാഗ്യങ്ങൾ, ആ കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരാം. അതിനാൽ തന്നെ ഈ സമയം അത്തരം കാര്യങ്ങൾ അനുകൂലമാക്കുവാനുള്ള ചില സാഹചര്യങ്ങൾ വന്നു ചേരുകയും അല്പനാളത്തെ പ്രയത്നത്താൽ തന്നെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യം വന്ന് ചേരണം എന്നില്ല. ഇടവിട്ട് സൗഭാഗ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തന്നെ സൗഭാഗ്യങ്ങൾ വന്നു ചേരാതെ പലപ്പോഴും ചില കാര്യങ്ങൾ പ്രതികൂലമാകും. എന്നിരുന്നാൽ പോലും പിന്നീട് പല കാര്യങ്ങളും അനുകൂലമാകുന്നതായ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ അത് ധനപരമോ മറ്റ് കാര്യങ്ങളായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. അതിനാൽ ഇടപെട്ട് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ചെറിയ ദുഃഖങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. എന്നാൽ പലപ്പോഴും അത് തരണം ചെയ്യുവാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും അല്പസമയം നിങ്ങൾ എടുക്കുന്നതാകുന്നു. എന്നാൽ അത്തരത്തിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും വന്നു ചേരുന്ന ദുഃഖങ്ങളെ തരണം ചെയ്ത് സൗഭാഗ്യം വന്നു ചേരുന്നതിന് സഹായകരമായ പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. അതിനാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ, ആ പ്രയാസങ്ങൾ അത് താൽക്കാലികമാണ് എന്ന വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് വരേണ്ടതായിട്ടുണ്ട്. ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ ചെയ്യരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. 2 വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പാടൂ. പലവിധ തടസ്സങ്ങൾ, ചതി തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ പെട്ടെന്ന് ഒരാളുടെ പ്രേരണയാൽ എടുക്കുന്ന തീരുമാനങ്ങൾ അത് തെറ്റിപ്പോകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അല്പം കൂടി ചിന്തിച്ചതിന് ശേഷം മുന്നോട്ട് പോവുക. ഈശ്വരാധീനം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അത് പല അവസരങ്ങളിലും നിങ്ങൾക്ക് ബോധ്യമാകും എന്ന കാര്യവും ഓർക്കുക. ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ആത്മവിശ്വാസം നിങ്ങൾക്ക് വളരെയധികം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കഴിവുള്ളവരാണ് നിങ്ങൾ. അത് പല അവസരങ്ങളിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യവുമാണ്. അതിനാൽ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഒതുങ്ങിക്കൂടുവാൻ താല്പര്യം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ചില കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങി നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ, തന്മൂലം നേട്ടങ്ങൾ ഇരട്ടിപ്പിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആത്മവിശ്വാസക്കുറവ് പല കാര്യങ്ങളിലും നിങ്ങളെ ബാധിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അത് നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. ഒരിക്കലും പിൻവലിയാൻ പാടില്ല.
അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഭാവിയിൽ പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ആത്മവിശ്വാസത്തോടെ തന്നെ പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. പല കാര്യങ്ങളിലും മടിച്ചു നിൽക്കുന്നോ, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ആലസ്യം വന്ന് ചേരുക തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി വ്യക്തമായ രീതിയിൽ തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോവുക. ആ കാര്യം നിങ്ങൾക്ക് അനുകൂലമാവുകയോ അല്ലെങ്കിൽ വിജയം ഉറപ്പാവുകയോ ചെയ്യാം. കഴിവുകളുണ്ട് നിങ്ങൾക്ക്. ആ കഴിവ് ശരിയായ രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ മറക്കാതിരിക്കുക, അഥവാ ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. നല്ല മനസ്സിന് ഉടമകളാണ് നിങ്ങൾ. എന്നാൽ മറ്റുള്ളവർ അത് തിരിച്ചറിയണം എന്നില്ല. മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് നിങ്ങൾ. അതിനാൽ നിങ്ങളുടെ മഹത്വം പലപ്പോഴും പല വ്യക്തികളും തിരിച്ചറിയുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അത് താൽക്കാലികം മാത്രമാണ്. ഭാവിയിൽ അവർ നിങ്ങളെ ബഹുമാനിക്കുകയും നിങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുകയും ചെയ്യും. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ വളരെയധികം ചെയ്യുന്നവരാണ് നിങ്ങൾ. അതോടൊപ്പം സ്വന്തം കാര്യം കൂടി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്വന്തമായി ആവശ്യമുള്ള ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക. ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് നിത്യവും മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. രണ്ടാമത്തെ ശംഖുപുഷ്പമായ നീല ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വളരെയധികം സമാധാനം ആഗ്രഹിക്കുന്നവർ, കാക്ഷിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. പലപ്പോഴും അത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാത്തതായ അവസ്ഥ, സമാധാനം ശരിയായ രീതിയിൽ ജീവിതത്തിലേക്ക് വന്ന് ചേരാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ഏത് കാര്യമാണ് എങ്കിലും അത് രമ്യതയിൽ പരിഹരിച്ച് തീർക്കുവാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്ന കാര്യവും ഓർക്കുക. പാരമ്പര്യമായ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ലളിതമായ ജീവിതം ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലവിധ വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട്. ശരിയായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, അഥവാ പലവിധ പ്രശ്നങ്ങൾ, ടെൻഷനുകൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. അർഹമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നില്ല. അത്തരത്തിൽ നിരവധിയാർന്ന പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ധനം കൈകളിലേക്ക് വന്നു ചേരാത്ത, നിൽക്കാത്തതായ അവസ്ഥ എന്നിവ ജീവിതത്തിലുണ്ട്. എന്നാൽ എത്ര തന്നെ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മാറിമറിയും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം സത്യസന്ധരായ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മ മറ്റുള്ളവരെ മനസ്സുകൊണ്ട് ദ്രോഹിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല എന്ന് പറയാം. സൗമ്യമായ ജീവിതം തന്നെ ജീവിതത്തിൽ കൊണ്ടുവരണം, അഥവാ മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. കഴിവുകളുണ്ട് എങ്കിൽ പോലും അത് മറ്റുള്ളവരോട് പ്രദർശിപ്പിക്കുവാനോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കില്ല, അല്ലെങ്കിൽ അർഹമായ അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാണ്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. നിങ്ങൾക്ക് അർഹിക്കുന്നതായ പരിഗണന ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ അല്പം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ശ്രമങ്ങൾ നടത്തുക. ആ ശ്രമങ്ങൾ നിങ്ങൾക്ക് വിജയത്തിലെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അംഗീകാരങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്താം. ചില കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച തേടി വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈശ്വരാധീനം അല്പം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം. അതായത് ക്ഷേത്ര ദർശനം, മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, കൂടാതെ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ പ്രധാനമായും ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തം കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ പല കാര്യങ്ങളും ദോഷം ചെയ്യും എന്ന കാര്യവും ഓർക്കുക. സ്വന്തം കാര്യം കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവരെ സഹായിക്കുന്നതായ സ്വഭാവമാണ് നിങ്ങൾക്ക് വേണ്ടത്. ആദ്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് കഴിവുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. പലരോടും പല വിധത്തിലുള്ള അനുകമ്പ പ്രകടിപ്പിക്കുകയോ സഹായം ചെയ്യുകയോ ചെയ്തിട്ട് പലപ്പോഴും അത് തിരിച്ചടിക്കുന്നതായ അവസ്ഥ
നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. പലരും നിങ്ങളെ മുതലെടുക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ കൂടുതലായി ചിന്തിക്കുന്നതിലൂടെ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന കാര്യവും ഓർക്കുക. എന്നാൽ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏവരിലും നന്മ കാണുകയും അതിൽ പല വ്യക്തികളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തിരിച്ചടികൾ ലഭിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് സ്വാധീനം ഏവരിലും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരെ ആകർഷിക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. അത്യാഗ്രഹം ഇല്ലാത്തവരാണ് നിങ്ങൾ. നിസ്വാർത്ഥമായ സഹായം ചെയ്യുന്നവരാകുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ചെറിയ ശ്രമങ്ങൾ നടത്തിയാൽ പോലും ചില കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ, സാമ്പത്തികപരമായ ചില പരാധീനതകൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സഹായം അല്ലെങ്കിൽ ശ്രമങ്ങൾ നടത്തുന്നതിലൂടെ അത് തരണം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആത്മവിശ്വാസക്കുറവ് ചില കാര്യങ്ങളിൽ നിങ്ങൾക്കുണ്ട്. അത് ഒഴിവാക്കി നിങ്ങൾ പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഒരു കാര്യത്തിലും ആലസ്യം പാടില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ആലസ്യം പിടിപെട്ടതിനാൽ തന്നെ പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റി വച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അത് ഒഴിവാക്കി നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. എന്നാൽ ഈശ്വരാധീനം നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ നിത്യവും ഇഷ്ടദേവതയെ ഭജിക്കുകയും ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുകയും അതോടൊപ്പം ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ മാറ്റങ്ങൾ വന്നു ചേരും.